ഇതെന്താ ഉണ്ടാവുക വെച്ചണ്ട ഈ ലോകം മുഴുവൻ കാണും. അപ്പൊ ഈ നാടും നാട്ടുകാരൊക്കെ ഇങ്ങനെയാണ് വിചാരിക്കും. പ്യാരിന്റെ വീട്ടിലെ വിശേഷം അറിഞ്ഞില്ലേ? അതല്ല ഇപ്പൊ ഞങ്ങള് പറഞ്ഞേക്കണ ഇവിടെ. കണ്ട വീഡിയോ കണ്ടോ? എന്താ കാണാള് ഇപ്പൊ അവനും അവന്റെ ഭാര്യയും കൂടിയിട്ട്. അല്ല അപ്പൊ മോനിട്ട വീഡിയോ കണ്ടില്ലേ നിങ്ങള്? മോനിട്ട കണ്ടില്ല, അത് വേറെണ്ടോ? അതല്ല, അത് കണ്ടിട്ടപ്പ ഞങ്ങള് വരുന്നത്. അതൊന്ന് കണ്ടു നോക്കി. ആ ചെക്കൻ പറഞ്ഞ വർത്താനം നോക്കി നിങ്ങള്. ഹലോ ഗൈസ്, നിങ്ങൾക്കറിയാവോ ഇവിടെ നടക്കണ എന്താണ്? എന്റെ അച്ഛനും അമ്മയും അച്ഛനും ഇവിടെ ഒന്നും മിണ്ടണില്ല. ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുക. ഈ അച്ഛൻ ചിക്കനും മീനും അൽഫാമും കടായും ഒന്നും തിന്നൂലെന്ന് വെച്ച് ഞങ്ങൾക്ക് തിന്നണ്ടേ? ഈ അമ്മേനിട്ട് ഇങ്ങനെ അതുണ്ടാക്കി ഇതുണ്ടാക്കി അച്ഛൻ വേയിച്ചേരാന്ന് അച്ഛൻ എല്ലാം ഉണ്ടാപ്പിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ അമ്മേനിട്ട് കഷ്ടപ്പെടുത്തരുത്. പിന്നെ അച്ഛന്റെ ഭാഗത്ത് തന്നെ നിക്കല്ല, അച്ഛൻ ഞങ്ങളെ ഭാഗത്ത് നിക്കില്ലെങ്കിൽ എനക്ക് അച്ഛനെ വേണ്ട, ഇങ്ങനത്തെ അച്ഛനെ എനിക്ക് വേണ്ട. മൊത്തത്തില് കുടുംബം നാറി. എന്റെ ശരീരത്തിൽ ഞാനൊരു ചെറിയ കുട്ടിയാണ്. എന്റെ ശരീരത്തിൽ വേണ്ട പോഷകാഹാരങ്ങൾ എനിക്ക് കിട്ടണില്ല. അത് ഈ കഞ്ഞി കുടിച്ചാൽ എനിക്ക് കിട്ടൂല. കഞ്ഞി ചമ്മന്തിയും കുടിച്ചാൽ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ഈ ചിക്കൻ അൽഫാമെല്ലാം വേണം. അച്ഛൻ മനസ്സിലാക്കണം. അച്ഛൻ പറഞ്ഞ് മനസ്സിലാപ്പിക്കണം. അച്ഛൻ ഞങ്ങളെ ഭാഗത്ത് നിൽക്കണം. നിന്നിക്കില്ലേ എനിക്ക് അച്ഛനെ വേണ്ട. കണ്ടോ, മണ്ടുവിന്റെ മോൻ തന്നെയല്ലത്, അല്ലാണ്ട് ഉമ്മാര് വർത്താനം പറയോ? ഇതൊക്കെ കുടുംബടക്കം മുഴുവൻ പ്രാന്തായേക്ക. ഇത് നാട്ടുകാർ കാണുന്നത് ബോധം വേണ്ട പേർക്ക്. ഇതിപ്പോ ഇങ്ങനെ കുടുംബസമേത ഈ ജാതി പരിപാടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് നമ്മളെ അയൽവക്കാർക്ക് കൂടി നാണക്കേടുണ്ടാകും. എന്താ ചെയ്യുന്നതിന് പോയി ചോദിച്ചാലോ? ആന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു വിവരമില്ലാത്ത ടീമാണ്. അല്ല സത്യം, അത് പറഞ്ഞ് മനസ്സിലാക്കണേ. സത്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കടുക ചെയ്താൽ നമ്മളെന്നെ കാണണ്ടേ? അതും ശരിയാണ്. ഇനിയിപ്പൊ ഈ കോലത്തിലത് പോണിച്ച എവിടെ ചെന്ന് അവസാനിക്കാൻ നമുക്കറിയോ? നിങ്ങൾ ചോദിക്കുന്നത് വായോ. നിൽക്കണ്ട, നമ്മള് കാര്യങ്ങൾ ഓം വന്ന കാര്യങ്ങൾക്കൊരു ഒരു വകതിരിവ് ഉണ്ടാവും. അവൻ സംസാരിക്കാൻ പറ്റുമോനാ? അപ്പൊ ഇപ്പൊ ഇനി നമ്മള് കയറണ്ട, അവന്റെ വർത്താനം കഴിട്ടെ. എന്തായാലും ഇപ്പൊ മന്മത അവിടെ എത്തിയ സ്ഥിതിക്ക് അത് അവത്തിന് സംസ്കാരം ഉള്ളവനാ. പിന്നെ നമ്മളെല്ലാരും കൂടി കയറി ചെല്ലേണ്ട മോശമാണ്. എന്തെങ്കിലും പരിഹാരം ഓരോന്നും അത്ര വേണ്ടു. ഞാട് എന്നാ പോട്ടെ. ആവട്ടെ. അടുത്ത വീഡിയോ വീഡിയോ അടുത്ത് വന്നിക്കണ്. എവിടെ നോക്കി? എന്താ അച്ഛക്കേട്ട് മുന്ന അച്ഛക്കേട്ട് നന്നായി വരും. വലിയ ആളാവും, നീ വലിയ ആളാവും. അമ്മ പറഞ്ഞു തന്ന് പഠിപ്പിച്ചത് അച്ഛനോട് പറഞ്ഞല്ല. നീ നിന്റെ നാവിന് ബലം കിട്ടിയല്ല. നന്നായി വരും, വലിയ ആളാവും. നീ തിന്നോ മോനെ, അൽഫാമോ ചിക്കനാ എന്താന്ന് വെച്ചാ തിന്നോ. എല്ല് തൊണ്ടേ കെട്ടാതെ നോക്കണം. നിന്റെ ഫോണില്ലേ, ആ ഫോൺ അച്ഛനോട് പറഞ്ഞ ഫോൺ, അതെന്റെ അച്ഛന്റെ കാശാണ്. മുന്ന എന്റെ അച്ഛന്റെ കാശാണ്. അച്ഛനെ നീ പറഞ്ഞപ്പോ നിന്റെ അണ്ണാക്കിന് ഇരുന്നില്ലേ ലോലിപോപ്പ്? തിന്നില്ലേ? ഞാൻ പണിയെടുത്ത കാശാണ്. തിന്നോ മോനെ, തിന്നോ, നല്ലോണം തിന്നണം. തിന്നന്റെ പ്രായമാണ്. നീ ഒരു കാര്യം ഓർത്തോ, നീ എന്റെ ചോരയല്ല. ഇനി എന്റെ ചോരയല്ല, നീ എന്റെ ചോര ഇങ്ങനെയല്ല. അയ്യോ, നീ ഇപ്പൊ വടക്കേ മുറിയിലിരുന്നല്ലേ അച്ഛനോട് പറഞ്ഞത്? നമ്മുടെ വീടിന്റെ വടക്കേ മുറിയില്. നിങ്ങളുടെ പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ എന്റെ മുന്നിൽ കൂടി വരണം. നീ അത് മറക്കണ്ട. നീയും അമ്മയും 10 കൊല്ലമായിട്ട് തിന്ന് നെയ് മുറ്റിയില്ലേ? തിന്നില്ലേ? എന്റെ കാശാണ്. എന്റെ അച്ഛനുണ്ടാക്കിയ 50 സെന്റ് നിങ്ങൾക്കില്ല. എന്റെ 50 സെന്റ് നിങ്ങൾക്കില്ലേ? അച്ഛൻ തീരുമാനമെടുത്തു. ഈ 50 സെന്റ് നിനക്കില്ലേ? ഇനി അച്ഛൻ ഇല്ലേ? വലിയ ആളാവും. മുന്ന ഉമ്മ ബായ്. ഒരച്ഛൻ മോനോട് പറയേണ്ട വാക്കാണ്. ചെറിയൊരു ചെക്കനല്ലേ, ഓനെ എങ്ങനെ അത് ഉൾക്കൊള്ളണമെന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. കണ്ടില്ലേ ഇതിനകത്ത് വന്ന എന്തൊക്കെയാണ് ഈ കുടുംബത്തിൽ നടക്കുന്നത്? എനിക്ക് സമൂഹത്തിലൊരു വിലയും നിലയുണ്ട്. അച്ഛനും ഉണ്ട്, പ്യാരിക്കും ഉണ്ട്.
ആ സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് ഇരുന്ന് കാശ് മേടിക്കാൻ വയ്യ. വരുന്നവരും പോകുന്നവരും ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ കുടുംബത്തിൽ അച്ഛനും പിന്നെ മോനും അവൻ്റെ ഭാര്യയും എല്ലാവരും കൂടെ ആകെ പ്രശ്നമാണല്ലേ എന്ന്. അല്ല ഇപ്പൊ നീ പറഞ്ഞു വരുന്നു ഇപ്പൊ എന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം മുഴുവൻ നാട്ടുകാരെ അറിഞ്ഞു എന്നാ പറഞ്ഞു. എൻ്റെ അച്ഛൻ ഇതിനകത്ത് വന്ന് ലൈവ് വിട്ടപ്പന്നെ നാട്ടുകാർ മുഴുവൻ അറിയൂലേ. എന്തൊരു നാണക്കേടാണെന്ന് അറിയാമോ? ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ അനിയൻ പ്യാരി എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എനിക്കറിയേണ്ടത്. അവൾ ഇഷ്ടമുള്ള ഉണ്ടാക്കി കഴിച്ചോട്ടെ, അതിൻ്റെ ഒപ്പം അച്ഛനും കൂടെ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. അത് ഇത്ര തെറ്റായിട്ട് അവൾ ഇതിനകത്ത് എന്തൊക്കെയാണ് അവൾ പറഞ്ഞിരിക്കണത്? അല്ല അവൾക്ക് അങ്ങനെ തോന്നിയെങ്കിലേ ഇതിനൊരു പരിഹാരം കാണണം. അതെ, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറച്ച് ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കാം. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടൊക്കെ വെച്ച് തരുമല്ലോ. അതെന്താ അറിയാ അച്ഛ അങ്ങനെ അങ്ങ് പോകണ്ട. അത് അച്ഛൻ തോറ്റ് ഇവിടുന്ന് പോകുന്ന പോലെ ആയിപ്പോ. അത് വേണ്ട, എൻ്റെ അച്ഛൻ തോക്കാൻ പാടില്ല. എൻ്റെ എനിക്ക് വേണ്ട ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ ഭാര്യയും കുട്ടി കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്ക്. അത് പിന്നെ പിള്ളേരുടെ പഠിത്തമൊക്കെ പ്രശ്നമാണ് അച്ഛാ. അത് വേണ്ട, ഇതൊന്നുമില്ല. ഇത് എൻ്റെ അച്ഛനും എൻ്റെ അനിയനും നിരപരാധിയാണെന്നും നാട്ടുകാരറിയണം. അതിന് ഞാൻ വഴി കണ്ടുവച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പം ലൈവ് വെക്കുകയാണ്. അച്ഛന് പറയാനുള്ളത് എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്നുള്ളതും അച്ഛൻ്റെ നിരപരാധിത്വം അനിയൻ്റെ നിരപരാധിത്വം ഇതിൽ നാട്ടുകാരറിയണം. എന്താ പറയണ്ടെന്താ? ഇവിടെ എന്താണ് വിഷയം എന്നുള്ളത് അറിയാലോ. അച്ഛൻ എന്താ ചോദിച്ചാൽ അച്ഛൻ എന്താണ് തന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ കഞ്ഞി മാത്രമല്ലേ ഉള്ളൂ, അതിൻ്റെ കൂടെ 2 കറി ഉണ്ടാക്കി തരാൻ അവർക്ക് എന്താ പറ്റാത്ത? അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞതാണ് പ്രശ്നം. അത് അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ ഉചിതമായിട്ടുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു കൊള്ളണം. എല്ലാ വിഷമത്തോടെ എല്ലാ വിഷമങ്ങളും പറഞ്ഞു അച്ഛൻ്റെ. അതെ, എൻ്റെ കുടുംബത്തിലെ എല്ലാ കുടുംബത്തിലും നടക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പ്യാരിജാതൻ ഒരിക്കലും അവൻ്റെ ഭാര്യ മണ്ടോദരീനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഞാനും ഇറച്ചി മീനൊക്കെ കഴിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ വയസ്സുകാലത്ത് കൊളസ്ട്രോളും ഷുഗറൊക്കെ കൂടിയപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇറച്ചി മീനൊന്നും കഴിക്കരുത്, പച്ചക്കറി കഴിക്കാൻ പാടുമെന്ന് പറഞ്ഞപ്പോൾ സാധാരണ ഞാൻ പച്ചക്കറിയും അവർ ഇറച്ചി മീനൊക്കെ കഴിക്കുക, അങ്ങനെയാണല്ലോ കുടുംബത്തിലുണ്ടാവുക. പക്ഷെ എൻ്റെ മോള് എനിക്ക് കഞ്ഞിയും ഒരു കുപ്പിയിൽ വാങ്ങി വെച്ച അച്ചാറുമാണ് എന്നും തരാം. എന്നെങ്കിലും ഒരു ദിവസത്തിരി ചമ്മന്തി തരും. പശുവിന് കാടിവെള്ളം കൊടുക്കണ പോലെ ഈ കഞ്ഞി തരും. എൻ്റെ മരുവളും പേരക്കുട്ടിയും ഇറച്ചിയും മീനും ഒക്കെ അടിച്ചു വലിച്ച് എൻ്റെ മുമ്പിലിരുന്ന് തിന്നും. അപ്പൊ എൻ്റെ മകൻ പ്യാരിജാതൻ പറഞ്ഞു ഇതിവിടെ നടക്കില്ല, അച്ഛനെയും പച്ചക്കറിയുടെ കറികൾ വെച്ചു കൊടുക്കണം പറഞ്ഞപ്പോ ഇവിടെ പച്ചക്കറി വെക്കാനേ സ്വാതന്ത്ര്യമുള്ളൂ, ഞങ്ങൾക്ക് ഇറച്ചി മീനും തിന്നാനൊന്നും സ്വാതന്ത്ര്യമില്ല, ഞങ്ങളിട്ട് ഉപദ്രവിക്കാന്ന് മണ്ടോദരി വെറുതെ എൻ്റെ പ്യാരീനെ കുറിച്ച് കുറ്റം പറഞ്ഞതാണ്. ഞാനും എൻ്റെ മരുവളെയും കുട്ടീനെയും കുറിച്ച് ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് സത്യം. അപ്പൊ സുഗതനും രംഗത്തിറങ്ങി അല്ലേ? അതേ, ഇതിങ്ങനെ വിട്ടാ ശരിയാവൂലാട്ടോ. ഒരു 2 വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അതൊരു മര്യാദകേടായിട്ട് എനിക്ക് തോന്നണത്. ഞാൻ പോയി പറയാം. ഞാനും വരാം. വേണ്ട, ആരും വരണ്ട. ഒരു ബേളത്തിന് ഞാൻ അവനും തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ച് ഇക്ക് 2 പറയാം, അതുകൊണ്ട് കുഴപ്പമില്ല. കമന്റ് വേണ്ട. എൻ്റെ വീട്ടിൽ ഇതുപോലൊരു മുതുക്ക് തണ്ടുണ്ട്, അയാളാണ് എല്ലാത്തിനും. അല്ല, ബാക്കി എല്ലാ കമന്റും നമുക്ക് എന്തേ എവിടെ മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ട്? ഒന്നും കൂടി വിളിക്കുക, ഒന്ന് കാണട്ടെ എല്ലാവരും. കാര്യേ വ്യാജേ എന്താ? ഒന്നും കൂടെ വാടോ. ഞാനാണ് ഓയക്കാണ്. എന്റെ ഭാര്യനെയും വിളിച്ച എല്ലാരും ഇങ്ങോട്ട് വിളിക്കും. എന്താണ് ഇങ്ങോട്ട് വരൂ. എന്താ കേറിയിരിക്കണമൊന്നുമില്ല. എന്താ പോയേക്കാ? അതേ സുധാ, അന്റിന്റെയും ചെറുപ്പകാലം എനിക്ക് ഓർമ്മല്ലേ? അന്ന് എന്റെ അച്ഛൻ രാഘവേട്ടപ്പെടാനുള്ള കാലത്ത് എന്റെ വാപ്പയും ഉള്ള കാലത്ത് അടക്കളയിലുള്ള സംസാരം ഇവിടെ ഉമ്മർത്തേക്ക് അങ്ങോട്ട് കേൾക്കൂല. അങ്ങനത്തെ ഒരു തറവാട്ടൂറ്റാണിത്. ഇവിടെ വന്നിട്ട് കോയക്ക് ഈ ജാതി കാര്യം ചോദിക്കണ്ട പറഞ്ഞൊരു ഗതികേടുണ്ടല്ലോ, അത് നിങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയ. എന്താ ഉണ്ടായിന്നോ? എന്താ എനിക്ക് ഇത്ര ഉളുപ്പില്ലടോ ചങ്ങായി? എന്റെ കുടുംബത്തെ എന്റെ ഭാര്യ ഇയ്യും തമ്മിൽ കൂട്ടാന്റെയും ചോറിന്റെയും വർത്താനം പറയാണ്ടാച്ചാ അത് അവിടെ തീർക്കണോ? അല്ല, പെണ്ണുങ്ങള് മിണ്ടരുത് വന്മത. ഇവിടെ വന്ന ഈ കാര്യത്തിനൊരു സമനം കിട്ടുന്നാണ് ഞാൻ വിചാരിച്ചേ. എന്താ ചെയ്തേ?
എന്താ ഇജ്ജ് ആ അച്ഛനെ കൊണ്ട് ഇവിടെ വന്നിട്ട് മൂപ്പരെ കൊണ്ടുവരണ വേറെ തെറ്റ് പറ്റി പറഞ്ഞ ഈ നാടിനൊരു സംസ്കാരം ഉണ്ടോ? എന്റെ കോയക്ക് ഇവിടെ സംസ്കാരത്തിന് ഒരു കുറവും വന്നിട്ടില്ല. കാരണന്മാരുണ്ടാക്കിയത് എല്ലാം ഞങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഇവിടെ ഒറ്റൊരുത്തിയാണ് ഇവിടെ പിന്നെ കുടുംബത്തൊരു കാര്യം നിർത്ത്. ഇങ്ങളെ ഈ ബഹളം ഇവിടെ ഒതുങ്ങിയാലും വേണ്ടിയില്ലായിരുന്നു. അതല്ല നിങ്ങള് കാട്ടേ. നിങ്ങള് നേരെ മൊബൈലിൽ എടുത്തിട്ട് നിങ്ങൾ അതിൽ കൂടെ അങ്ങോട്ട് പ്രസംഗിച്ച് നിങ്ങളുടെ കുറ്റവും കുറവും നാണല്ലടോ ഇല്ലേ? പിന്നെ ഇനി ഒരു കാര്യം പറയട്ടെ, നിങ്ങളടുത്ത് ഇങ്ങളെ ഈ ജാതി അലവലാത്തിലൊക്കെ ഞാൻ കണ്ടിരിക്കല്ല നാട്ടുകാർക്ക് പണി. നിങ്ങൾ ഇടുമ്പോ എന്താ ഏതാച്ചിട്ടാണ് ഈ നോക്കണേ? നമുക്ക് പരിചയമുള്ള ആൾക്കാരാണല്ലോ. എന്താ സംഗതി വെച്ചിട്ട് നോക്കുമ്പോ ഈ ജാതി വൃത്തികേടുകൾ വിളിച്ച് പറയാ. ഇത് ചാർജ് ചെയ്യണം, ഞങ്ങളുടെ കയ്യാ പോണേ, നാട്ടുകാരുടെ കയ്യാ പോണേ ഇത് ചാർജ് ചെയ്യണ എന്റെ. അപ്പൊ അവനവന്റെ കുടുംബത്തുള്ളത് അവനവന്റെ കുടുംബത്തോ അങ്ങോട്ട് ഒതുക്കുക. മതിയായില്ല എനിക്ക്, മതിയായില്ലേ? മതിയായില്ല. ഈ വീടിന്റെ ഉമ്മറത്ത് വന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു. പിന്നെ പറയണ്ടേ ഞങ്ങൾ കളിച്ച് വളർന്ന മുറ്റാണിത്. അങ്ങനെ ഒരു അന്തസ് ഈ കുടുംബത്തിനുണ്ട്. ആ അന്തസ് നിങ്ങൾ കളഞ്ഞു കുടിക്കരുത്, അത് പറയാൻ ഞാൻ വന്നത്. എന്റെ കോയൊക്കെ ഞങ്ങൾ കളഞ്ഞു കുളിച്ചിട്ടില്ല. ഈ കാലം വരെ കളഞ്ഞു കുളിച്ചിട്ടില്ല. ഇതിന്റെ അന്തസ് ഇവളെ ഒറ്റൊരുത്തിയാണ്. ഇവളിവിടെ വന്നിട്ടുണ്ടല്ലേ പ്രശ്നം. നീ ഇവിടെ പറയേണ്ട കാര്യങ്ങൾ എന്തിനാണ് ഫോണിലും ആളുകളോട് പറയണ? അതെ നിങ്ങളാരും മോശക്കാരല്ല. അതൊക്കെ ഇവിടെ നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണവർ തന്നെയാണ്. നിങ്ങൾ ഇനി അന്തസ്സിനെ കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട. അതൊക്കെ വേണ്ട വിധത്തിലായി തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോ ആ ജാതി വർത്താനം പറയണ്ട. ഈ കുടുംബം ഈ എന്താണ് ഇവര് മര്യാദക്ക് തിന്നാൻ തരുന്നതാണ് നായേ? പിന്നെ എന്തിനാണ് ഇക്കാണ് അത് കിട്ടേണ്ടത്? ഇത് കിട്ടണോ മറ്റത് കിട്ടണം? ഞാൻ പഠിത്ത വേലക്കാരനാണ്. എന്താ വിചാരിച്ചേ? നിനക്കെന്താണ് കാര്യം? എന്താണ് കാര്യം? ഈ ഒറ്റപ്പെട്ട മരുഭൂമിയിൽ എന്റെ കാര്യം പറയുന്നത് ഈ കുഞ്ഞു ഈ മോനെ ആരോട് പറയണ്ട? കുഞ്ഞു മോനെ എന്റെ വേണ്ടതിന് ഉപയോഗിക്കണ ചങ്ങായി എന്റെ കുഞ്ഞു മോനെ. അല്ലാണ്ട് ഈ ജാതി അലവലാത്തല്ല. ഇത് പൊയ്ക്കിട്ടെ മുമ്പിലേക്ക് ഉണ്ടായി പൊക്കയി എല്ലാരും പറഞ്ഞോ? പിന്നെ അല്ലാണ്ട് ആരും അറിയാണ്ടിരിക്കാൻ പറഞ്ഞത് വേണ്ട. അതെ സുഗത, ഈ ജാതി വേഷം കെട്ട് ഇനി കൊണ്ടു നടന്നാല് നമ്മുടെ നാടിനും മാനക്കേടാണ്, ഈ തറവാടിനും മാനക്കേടാണ്. ഇങ്ങനെ അബദ്ധം പറ്റി. ഇനി ഇങ്ങനെ ഒരു സംഭവം ഈ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം ഇനി പുറത്തറിയില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഒരു ചായ ആക്കി കൊണ്ടുവരട്ടെ. എന്താ ചായ? ഞാൻ പോവാണ് കേട്ടാ. ഇനി ഉണ്ടാവില്ല. എന്നാ ശരി. അനക്ക് ഞാൻ തരണ്ട. അങ്ങോട്ട് വായോ. ഒന്നും ചെയ്യരുത്, ആരോഗ്യ പ്രശ്നമുണ്ട്. സത്യ അപ്പൊ അത് വേണ്ട വിധത്തിലാക്കിണ്ട്. ഒക്കൾക്ക് പറയാൻ പറ്റുന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. അത് ഒത്തുതീർപ്പാക്കി. ഇനി ഒരു പ്രശ്നമില്ല. ഇനി പിരിഞ്ഞു പോയിക്കോളും. എല്ലാരും വീട്ടിലേക്ക് പോയിക്കോളും. ഒരു കുഴപ്പമില്ല. ഒക്കെ ഞാൻ പറഞ്ഞ അന്തസ് പോലെ ഞാൻ പറഞ്ഞു. വേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞ് ശരിയാക്കി. ശരി എന്നാ ശരി. ആളല്ലാത്ത ജാതികൾ. ഹലോ. ഇല്ല, ഇവിടെ എത്ര നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇവിടുന്ന് പോയുള്ളൂ ഇപ്പോ. എന്തു പറ്റി? നോക്കാം. എന്താ പുലിവാലി? നമസ്കാരം. ഞാനെന്താ വന്നു വെച്ചാല് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. എന്താ വെച്ചാല് നമ്മുടെ നാട്ടില് ഒരു വിഷയപ്പം നടക്കണ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ സുഗതന്റെ വീട്ടിൽ നടക്കണ കോലാഹലങ്ങള്. അതിപ്പോ നമ്മുടെ നാട്ടില് മാത്രമല്ല, ലോകം മുഴുവൻ പരന്ന് ആകെ നാറ്റിച്ചേക്കണേ. ഇത് സഹിക്കാൻ പറ്റാതായപ്പോ ഞാനൊരു ചെല്ലൽ അങ്ങോട്ട് ചെന്ന്
4 വർത്താനം അങ്ങോട്ട് പറഞ്ഞു. ആ പെട്ടെന്ന് ഇപ്പൊ ക്ലിയർ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഞാൻ അതിന്റെ മുകളിൽ ഇനി ഒരു പ്രശ്നമില്ല, ഒക്കെ ക്ലിയർ ആയിട്ടെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നു എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ഇതില് കാണാൻ ശരി. ബെസ്റ്റ്. അപ്പൊ ഏട്ടന്റെ ഞാൻ കോന്തുകുറുപ്പ് എന്ന് പറഞ്ഞ മാതിരി ഇപ്പോ ന്യായം മായം